28 മീറ്റർ വ്യാസമുള്ള ഒരു മൈതാനത്തിന്റെ നടുവിലായി 14 മീറ്റർ വ്യാസമുള്ള ഒരു പാർക്കുണ്ട്. ഈ പാർക്കിന് ചുറ്റുമായി ജോഗിങ്ങിനായുള്ളൊരു റോഡുമുണ്ട്. അങ്ങനെയെങ്കിൽ ആ റോഡിന്റെ വീതി എത്ര? നമുക്കൊന്ന് ചെയ്താലോ? ഇതിൽ പരാമർശിക്കുന്ന ഭാഗം നമ്മുടെ വൃത്തവുമായിട്ട് ബന്ധപ്പെട്ട വൃത്തവലയമാണ്. വൃത്തവലയം എന്ന് പറഞ്ഞാൽ ദാ ഒരു വൃത്തം, അതിനകത്ത് ദാ മറ്റൊരു വൃത്തം, ദാ ഈ ഒരു ഭാഗത്തെ വിളിക്കുന്നവരാണ് വൃത്തവലയം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായി വരുന്ന ഭാഗത്തെ വിളിക്കുന്നവരാണ് വൃത്തവലയം. ഓക്കെ, അപ്പം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: 28 മീറ്റർ വ്യാസമുള്ള ഒരു വലിയ മൈതാനം എന്ന് പറഞ്ഞാൽ ഈ വലിയ മൈതാനത്തിന്റെ വ്യാസം 28 എങ്കിൽ ആ വലിയ മൈതാനത്തിന്റെ ആരം എത്ര ആയിരിക്കും? 28ന്റെ പകുതി 14. ഓക്കെ, 14. ഇനി ഇതിനകത്തുള്ള പാർക്കിന്റെ വ്യാസം 14. പാർക്കിന്റെ വ്യാസം 14. അതുകൊണ്ട് തന്നെ ഈ ചെറിയ വൃത്തമാണ് പാർക്ക്. അതുകൊണ്ട് പാർക്കിന്റെ ആരം 7 എന്ന് വരും. ഓക്കെ, അപ്പൊ മനസ്സിലായി, വലിയ വൃത്തത്തിന്റെ ആരം 14, ചെറിയ വൃത്തത്തിന്റെ ആരം 7 എങ്കിൽ ഇതിനിടയ്ക്കുള്ള ഈ ഒരു സ്പേസിന്റെ വീതിയാണ് ചോദ്യം. അതാണ് നടപ്പാത, അതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വലിയ 14ൽ നിന്നും 7 കുറച്ചാൽ മതിയാകും. അതായത് 7 മീറ്റർ ആയിരിക്കും ആ നടപ്പാതയുടെ വീതി. ഇനി ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ പറയട്ടെ. നമുക്ക് ആ നടപ്പാതയുടെ വിസ്തീർണം കണ്ടുപിടിക്കാൻ പഠിച്ചാലോ? വിസ്തീർണം എങ്ങനെ വിസ്തീർണം കാണും? അതിന് വൃത്തവലയം എന്ന കൺസെപ്റ്റ് നോക്ക്. അതായത് ഇത്രയേ ഉള്ളൂ: ഈ വലിയ വൃത്തത്തിന്റെ ആരത്തെ വലിയ ആറെന്നും ചെറിയ വൃത്തത്തിന്റെ ആരത്തെ ചെറിയ ആറെന്നും വിളിക്കാം. അങ്ങനെയെങ്കിൽ ഈ വൃത്തവലയത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ വലിയ വൃത്തത്തിന്റെ വിസ്തീർണത്തിൽ നിന്നും ഈ ഇത്രയും ചെറിയ വൃത്തത്തിന്റെ വിസ്തീർണം കുറച്ചാൽ മതി. അപ്പം വലിയ വൃത്തത്തിന്റെ വിസ്തീർണം എങ്ങനെ കാണും? പൈ ഇൻറ്റു വലിയ ആർ സ്ക്വയർ. പൈ ഇൻറ്റു വലിയ ആർ സ്ക്വയർ, കാര്യം പൈ ആർ സ്ക്വയർ. അപ്പൊ വലിയ വൃത്തത്തിന്റെ ആരം വലിയ ആറാ, മൈനസ് പൈ ഇൻറ്റു ചെറിയ ആർ സ്ക്വയർ. ഇതിനകത്ത് നമുക്ക് ഒരു സമവാക്യം ഒന്നുകൂടെ ചുരുക്കാം. രണ്ടിടത്തും പൈ ഉണ്ട്, പൈ കോമൺ ആയിട്ട് എടുക്കാം. ശേഷം ഇനി ആദ്യം ബാക്കിയുള്ളത് വലിയ ആർ സ്ക്വയർ മൈനസ് ചെറിയ ആർ സ്ക്വയർ. ഇതാണ് ഒരു വൃത്തവലയത്തിന്റെ വിസ്തീർണം കാണുന്ന സമവാക്യം. അങ്ങനെയെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന്റെ വിസ്തീർണം ഒന്ന് കണ്ടെത്തിയാലോ? അത് ഇത്രയേ ഉള്ളൂ: പൈയുടെ വില 22/7. ശേഷം വലിയ ആരം എന്ന് പറഞ്ഞാൽ 14, 14ന്റെ സ്ക്വയർ മൈനസ് ചെറിയ ആരം 7ന്റെ സ്ക്വയർ. 22/7 ഇൻറ്റു 14ന്റെ സ്ക്വയർ 196 മൈനസ് 7ന്റെ സ്ക്വയർ 49. ശേഷം 22/7 ഇൻറ്റു കുറയ്ക്കുമ്പം 16 9 കുറച്ചാൽ 7, 8 4 കുറച്ചാൽ 4, 147 എന്ന് വരും. 7ഉം 147 വെട്ടുമ്പം 21 എന്ന് വരും. ശേഷം 21 ഇൻറ്റു 22 2 4 2 4 462. അതായത് 462 മീറ്റർ സ്ക്വയർ ആണ് ഈ വൃത്തവലയത്തിന്റെ അഥവാ ആ നടപ്പാതയുടെ വിസ്തീർണം. എളുപ്പമല്ലേ? കണ്ടോ? ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഏതാണ്ട് വലിയ കാര്യമാണെന്ന് പറഞ്ഞിരുന്ന പല ചോദ്യങ്ങളും വളരെ സിമ്പിളാണ്. അപ്പൊ ഇതേപോലുള്ള കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും.